ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ സ്റ്റൈലിൽ ഒരു കോളിഫ്ലവറിൻ്റെ റൈസ് വയ്ക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ റൈസും എല്ലാം ഒന്നിച്ചിട്ടിട്ടാണ് നമ്മൾ വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പണി കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 12 അല്ലി ചെറിയ ഉള്ളി, ചുവന്നുള്ളി ഇല്ലേ അതിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 4 വലിയ സൈസ് വെളുത്തുള്ളിയാണ്. ചെറിയ നാടൻ വെളുത്തുള്ളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 അല്ലി ഇട്ട് കൊടുത്തോളൂ. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി കഷ്ണം ഒരു 1.5 സെൻറ്റിമീറ്ററൊക്കെ മതിയാവും. ഇതൊന്ന് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കഴിഞ്ഞിട്ടില്ല കേട്ടോ, നമ്മുടെ മസാലയിലേക്ക് കുറച്ചും കൂടി സാധനങ്ങൾ ചേർത്തിട്ട് നമ്മൾ ഒന്നുകൂടി അരയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഒരു മീഡിയം സൈസ് കോളിഫ്ലവർ നമ്മൾ നന്നായിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അതിലേക്ക് ഈ അരപ്പിലത്തെ ഒരു 2 ടീസ്പൂൺ ഒന്ന് ചേർത്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. അതൊന്ന് ചേർത്തിട്ട് നമുക്കതവിടെ മാറ്റി വയ്ക്കാം. കോളിഫ്ലവർ നമുക്ക് ഇനി വറക്കാനുള്ളതാണ്. അപ്പോൾ അതവിടെ ഇതുപോലെ ചേർത്തതിന് ശേഷം ഈ മസാല തന്നെയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി വേറെ അരയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് തന്നെ അതേ മിക്സി ജാറിലേക്ക് ഒരു 6 7 അല്ലി കാഷ്യൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല എരിവുള്ള 2 പച്ചമുളക് കുഞ്ഞിതാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ പിടി പുതിനയില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു വലിയ കൈപ്പിടി മല്ലിയില അതിൻ്റെ തണ്ടൊക്കെ അടക്കം തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 2 മീഡിയം സൈസ് തക്കാളിയാണ് കേട്ടോ, അതും കൂടെ ഒന്ന് റഫായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് അതിലേക്ക് അതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ കൂടെ പെരുംജീരകം ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ അതിലേക്ക് 2 ടീസ്പൂൺ ഉള്ളിയൊക്കെ ചേർത്തത് അരച്ചത് മാറ്റി വെച്ച കാരണം കുറച്ചും കൂടെ ചേർക്കണം, പെരുംജീരകം കുറഞ്ഞിട്ടുണ്ടാവും. ഇത് അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെ തക്കാളിയുടെ വെള്ളം ഉണ്ടാവും, അത് മാത്രം മതി. എന്നിട്ട് ആ അരപ്പ് അവിടെ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഈ കോളിഫ്ലവർ ഒന്ന് വറുത്തെടുക്കാനായിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ തൈര്, നല്ല കട്ട തൈര് ഉണ്ടെങ്കിൽ അതൊഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഞാൻ കുഞ്ഞിയ പാത്രമായ കാരണം വേറൊരു വലിയ വായവട്ടമുള്ളതുപോലത്തെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. വേറെ വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ, അത് തന്നെ മതി. വെള്ളം വല്ലാണ്ടായാലും ആ മസാലയൊക്കെ ഒലിച്ചു പോകും. അപ്പോൾ അത് മിക്സാക്കിയതിന് ശേഷം നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പാനിലിട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തി വെച്ച് കൊടുക്കുക. ഇത് തിരിച്ച് മറിച്ചിട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ കോളിഫ്ലവർ അരിഞ്ഞെടുക്കുമ്പോൾ ചെറുതാക്കിയിട്ട് ഒരു ചെറിയ പീസുകളാക്കിയിട്ട് ഒന്ന് അരിഞ്ഞെടുത്തോളൂ കേട്ടോ. അപ്പോൾ നല്ലോണം മസാലയൊക്കെ പിടിച്ച് ഇതുപോലെ നന്നായിട്ട് മൊരിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു മണം വരും. അതുപോലെ തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. അതേ പാനിലേക്ക് തന്നെ ഒരു ക്യാരറ്റ് ഗ്രേറ്ററിട്ട് ചീവെടുത്തതാണ്. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി നൈസാക്കിയിട്ട് നീളൻ അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിലെ തക്കാളിയിലെയും പുതിനയിലയുടെയൊക്കെ അതിൽ നിന്ന് ഒരു 1/4 ടീസ്പൂൺ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് അപ്പോൾ ഇതിൽ വറുത്തതിൽ ഓയിൽ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാനൊരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുളക് കൂടെ നടുക്ക് കീറിയിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വാട്ടിയാൽ മതിയാവും കേട്ടോ, വല്ലാണ്ടിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നമുക്ക് ആവശ്യമുണ്ട്, ഞാൻ പറഞ്ഞു തരാം. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ സൈസ് സവാള നല്ല കനം കുറച്ചിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് ഇതുപോലെ നല്ലോണം ബ്രൗൺ ഷെയ്ഡാവും കേട്ടോ. നല്ല ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡാവുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് മുഴുവനായിട്ട് കൈകൊണ്ട് വടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി അരപ്പൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൽ നെയ്യ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നന്നായിട്ട് നെയ്യ് ഒഴിച്ച് കൊടുത്തു കേട്ടോ. നെയ്യിൽ കിടന്ന് വേണം ഈ അരപ്പൊന്ന് മൊരിഞ്ഞ് വരണമെങ്കിൽ. ആ തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. അത്ര മതി, വല്ലാണ്ടിട്ട് വറ്റിക്കേണ്ട ആവശ്യമില്ല. പച്ചപ്പൊന്ന് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് സാമ്പാർ പൊടിയാണ് കേട്ടോ. 1 ടീസ്പൂൺ സാമ്പാർ പൊടി, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിലേക്ക്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കുക, ഒന്നും കൂടി ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഗരം മസാല ചേർക്കണം എന്നില്ല, സാമ്പാർ പൊടി മാത്രം ചേർത്താലും നല്ല ഒരു സ്പെഷ്യൽ ഫ്ലേവർ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിടാൻ മറക്കരുത്. അപ്പോൾ അതായത് നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ അവിടെ 1 കപ്പ് ബസ്മതി അരിയാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 1 ഗ്ലാസ്, വളരെ കുറവ് അരിയാണ് എടുക്കുന്നത്, അതും പരന്ന പാത്രത്തിൽ ഉണ്ടാക്കണം. അതുകൊണ്ട് 2 ഗ്ലാസ് ഒഴിച്ചതാണ്. നമ്മൾ വെക്കുന്ന പാത്രം അതുപോലെ അരിയുടെ അളവ് അതിനൊക്കെ അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. 2 കപ്പ് അരിയാണ് വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 1 കപ്പ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയാവും. 2ൽ കൂടുതൽ അളവ് ഒഴിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയാവും 1 കപ്പ് അരിക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് അരി വയ്ക്കുന്നവർക്ക് അതറിയാം ഇതൊക്കെ. കൂടുതൽ അരി വയ്ക്കുമ്പോൾ നമുക്ക് കുറവ് വെള്ളം വേണ്ടി വരുള്ളൂ അല്ലേ, അരിയെല്ലാം പെട്ടെന്ന് വേവും.
ഇതിലേക്ക് നേരത്തെ ക്യാരറ്റും ക്യാപ്സിക്കത്തിലത്തെ വാട്ടി വെച്ചതിലത്തെ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പീസ് കോളിഫ്ലവറും ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഫ്ലേവർ ഒന്ന് ഇറങ്ങാൻ വേണ്ടി മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുത്തതാണ്. ഇതിൻ്റെ ഒപ്പം ഇട്ട് വേവിക്കേണ്ട. ഇനി അത് നമ്മൾ നന്നായിട്ട് വേവിച്ച് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചതാണ്. ഇനി ഇതിൻ്റെ ഒപ്പം ഇതിലേക്ക് അരിയും കൂടെ 1 കപ്പ് ബസ്മതി അരിയാണ് കേട്ടോ. കുതിർത്തിട്ടൊന്നുമില്ല, കഴുകി അപ്പോൾ തന്നെ ഇട്ട് കൊടുത്തതാണ്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് അരിയുടെ ഒപ്പം. ഇനി ഇത് അടച്ച് വെക്കുക. എന്നിട്ട് ഒരു തിള വരുമ്പോൾ ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഹൈയിലാണ് ഇരിക്കുന്നത്. ഒരു നല്ല തിള വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ട് വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതാ ഒരു നല്ല തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഞാനൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, മൂടി വെച്ചിട്ട്. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ വേവിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. ഇതാ അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ വെന്തിൽ വന്നിട്ടുണ്ട്. ഞാൻ ഇളക്കി കാണിച്ചു തരാം. അതിന് മുന്നേ നമുക്കിതിലേക്ക് കുറച്ച് കൊത്തമല്ലി അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ മസാല വഴറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെയും ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവറും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒപ്പം ഈ ചുടുക്കനെ തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് മൂടി കൊണ്ട് അടച്ച് വയ്ക്കുക. കഴിക്കാൻ നേരത്ത് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കിയിട്ട് വിളമ്പുക. അത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. നല്ലൊരു മസാലയാണ് ഇതിൻ്റെ. സാമ്പാർ പൊടിയൊക്കെ ഇട്ട കാരണം ഒരു വേറെ തന്നെ ഒരു ഫ്ലേവർ ആയിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഗരം മസാല ഇല്ലാതെ സാമ്പാർ പൊടി മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കാം. അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ടീസ്പൂൺ സാമ്പാർ പൊടി ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ വേറൊരു ഫ്ലേവർ ആയിരിക്കും ഇതിന്. നല്ലൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.